സർവേക്കൽ. കരയാതെ മോളെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? നല്ല മോളെ, നോക്ക് നോക്ക് നോക്ക്. അമ്മ ബിസ്ക്കറ്റ് തരട്ടെ? കഴിക്കും മോളെ. കഴിക്കും മോളെ, അമ്മ തരുന്നതല്ലേ. മോളിത് കഴിച്ചില്ലെങ്കിലേ അമ്മ ഇത് അങ്കിളിന് കൊടുക്കും. അങ്കിളിന് വേണ്ട, മോള് കഴിച്ചോട്ടോ. അയ്യോ, സമ്മതിക്കത്തില്ലല്ലോ. കരയാതെ മോളെ കുടിച്ച കുടിക്കും മോളെ. കരയാതെ മോളെ, കുടിക്കേ. കുടിക്കും മോളെ. വേഗം കുടിച്ചോ, ഇല്ലെങ്കിൽ മമ്മി ഈ അങ്കിളിന് കൊടുക്കും. ഹലോ, ബാലേന്ദ്രൻ ഹിയർ. അളിയ, ഇത് ഞാനാ. നിന്നെ വീട്ടിൽ വിളിച്ചിരുന്നു. ഓഫീസിൽ പോയേക്കാന്ന് അമ്മ പറഞ്ഞു. അണ്ണ എവിടെ നിന്നാണ് വിളിക്കണത്? നമ്മുടെ സ്ഥിരം താവത്തിൽ നിന്നാണേ. രാവിലെ തന്നെ ഒരു ജിഞ്ചിനാക്കിയ ബുൽബുനാക്കിയ ഒത്തിട്ടുണ്ട്. എടാ, ജിഞ്ചിനാക്കിയ ബുൽബുനാക്കിയേ. ആ, എന്താ ഇങ്ങോട്ട് വരുന്നോ? ചുമ്മാ വണ്ണേ. ആദ്യമായിട്ട് ഓഫീസിൽ വന്ന് കയറിയിട്ട് ആദ്യമായിട്ട് വരുന്ന ഫോൺ കണ്ട അലവലാദികളെ കുറിച്ചുള്ള വിശേഷമാണ്. എടാ, ഏത് പ്രസ്ഥാനം തുടങ്ങണമെങ്കിലും ഉദ്ഘാടനം നടത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള പാർട്ടികളെ കൊണ്ടാ. ഇതെന്റെ അഭിപ്രായമല്ല, കാരണന്മാരായിട്ടേ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ ഉണ്ടല്ലോ, വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കാഞ്ചീപുരം അല്ലായിരുന്നോ? ഈ പ്രാവശ്യം വേണമെങ്കിൽ ഒരു ബനാറസ് ഉടുപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. ഞാൻ വൈകിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. വൈകിട്ട് വേണം, നീ തനിച്ച് വന്നാൽ മതി. ഓക്കെ. ഭാരം പുലർന്നുവെങ്കിലും പകലവൻ തൻ കിരണങ്ങൾ കിളിവെഞ്ചിലമരുമ്പോൾ നീളുന്നു ചൂടിന്റെ ബഹുസ്ഫുരണങ്ങൾ. സ്ഫുരണങ്ങൾ ബഹുസ്ഫുരണവുമായി ചെല്ലണ്ട, ചേട്ടൻ വെറും കരണമായിട്ട് ചെന്നാ മതി. എടാ, നിനക്ക് കവിതാത്മകമായിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടോടാ? പ്രഭാതം പുലർന്നുവെങ്കിലും ബലവന്തൻ കിരണങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ മലർവാടിയിൽ നിന്നും ബഹിർഗമിക്കുന്ന ഉദ്യാന കുസുമങ്ങളായ ശവകുടീരങ്ങളല്ലേ നമ്മൾ? അതെ. എടാ, ആരെയാണെന്നറിയാവോ? അറിയാം, എനിക്കറിയാം. ആരാ? എനിക്കറിയാന്ന്. എന്നാ പറ. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയില്ലേ? എന്നാ ചേട്ടൻ പറ. ഞാൻ പറയാം. പറയാ പറ. പറ, അത് പറയാ. എന്നാ പറയട്ടെ. അതായത് പറയാം. ഇത് പറയട്ടെ. പറഞ്ഞാ മനസ്സിലാവൂ. വള്ളത്തോൾ കുമാരനാശാൻ. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ സമയം എന്തായി? 11:30. ചേട്ടൻ 2 മണിക്കൂർ ലേറ്റാ. എടാ, കല്യാണം കഴിക്കാത്ത നിനക്ക് ഇതിനെ പറ്റി വല്ല ഗ്രാഹ്യമുണ്ടോ? ഭാര്യയും മക്കളെയും കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ. മനസ്സിലായില്ലേ? നമ്മുടെ ജോലിക്കാരും കഴിഞ്ഞിട്ട് വേണം ഓഫീസ് കാര്യങ്ങള്. അവർ ജോബ് ഈസ് ഡിറ്റർമൈൻഡ് ഓഫ് ദി അമേരിക്ക ഓഫ് ദി ഫ്യൂണറൽ കൺട്രോൾ പൊസിഷൻ ഓഫ് യുനോ. യെസ് യെസ്. പക്ഷെ സാർ വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല്. സാറോ? സാറ് ചത്തുപോയില്ലേ? ഇതെന്താ പുനർജന്മോ? പുനർജന്മല്ല, ചത്തുപോയ സാറിനെ ജീവിച്ചിരിക്കുന്ന ഒരു മകനുള്ള അറിയൂ? അതെനിക്കറിയണ്ട. ആ മകൻ വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഓ സ്വാമി, സാറ് വന്നിട്ടുണ്ടല്ലേ? അറ്റൻഡൻസ് റൈസ് എവിടെയാ സ്വാമി? സ്വാമിയേ, ശരണമയ്യപ്പ. പണ്ട് കണ്ണേ കാണാതിരുന്നുള്ളൂ, ഇപ്പൊ ചെവിയും കേട്ടൂടെ? സ്വാമിയേ, അറ്റൻഡൻസ് റൈസ്. അറ്റൻഡൻസ് രജിസ്റ്റർ സാറിന്റെ മേശപ്പുറത്തുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. സാർ അറിയാതെ അറ്റൻഡൻസ് റൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സ്വാമി? ഒരു രക്ഷയുമില്ല. യു പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. സ്വാമി, எனக்காக ஒரு உதவி செய்யறீங்களா? என் பதவியை நினைச்சிட்டு நீ எங்கிட்ட உதவியை கேட்கலாமா? அயோக்கிய பயல, நீ என்ன கிண்டலா பண்ற? உள்ள போ. സ്വാമി, ഞാൻ ഒന്ന് തൊഴുതോട്ടെ. സ്വാമിയേ, ശരണമയ്യപ്പ. കർത്താവേ, അല്ലാ, സകല ദൈവങ്ങളെ. സ്വാമി, ഞാൻ അകത്തോട്ട് പോവാണ്. പോയി പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ. സാറേ. യെസ്, കം ഇൻ. സാറേ, സാറ്. അയ്യോ, ആരാ?
ആരാ മനസ്സിലായില്ലല്ലോ? എന്റെ പേര് ദുഷ്യന്തൻ. ഞാൻ ഇവിടുത്തെ പിയൂണാ. ഇരിക്കും. ഓ അല്ല, ഞാൻ ഇവിടെ നിന്നോളാം. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? കാപ്പി. അല്ല, എന്ത് പണി വാങ്ങിച്ചോണ്ടിരാ? അല്ല, സാറ് വളരെ പാടുപെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ? ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. അല്ല, ഹലോ, എത്രയാണോ ഇവിടുത്തെ ഓഫീസ് ടൈം? 9:30. ഇപ്പൊ എത്രയായി? 11:30. സാറേ, ഈ 30-ക്കൊന്നും വിലയില്ല സാറേ. ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 30 അങ്ങ് പോകും. നിർത്ത്. അതെ. താൻ എന്താ ഇത്ര വൈകിയത്? ബസ് കാത്തു ബസ് സ്റ്റോപ്പിൽ നിൽക്കും നേരം ബസ്സുകൾ കാണാൻ. മേലിൽ കൃത്യസമയത്ത് ഓഫീസിൽ വന്നില്ലെങ്കിൽ എന്നെ പിരിച്ചുവിടുവായിരിക്കും. അതെ, പോണം. ഓക്കെ സാർ, ഓക്കെ. അവനോട് ഞാൻ പണ്ടേ പറയാറുള്ളതാ, ഓഫീസ് കാര്യങ്ങൾ നോക്കി അച്ഛനെ സഹായിക്കണമെന്ന്. പക്ഷേ അവൻ ഇതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ശരിക്കൊന്ന് ഫയർ ചെയ്തു. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണെന്ന്, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്നും ഒക്കെ പറഞ്ഞു. അന്ന് മുതലല്ലേ അവനെയും മാറ്റം. അവൻ വന്നല്ലോ. ആ, അന്നെപ്പോ വന്നു? ഇപ്പേക്ക് വന്നേ. അല്ല, കൊറേ നേരം ബാലേട്ടാ. ആ, എനിക്കൊരു കാപ്പി വേണം. നീ കുടിച്ചോ? ഇല്ല, എനിക്കും വേണമെന്ന്. കുടിച്ചതാ ബാലേട്ടാ. ആന്റിയെ മണിയടിച്ച് ദോശ വരെ ഉണ്ടാക്കി തന്നു. നീ ഇവിടെ കുളമാക്കുമല്ലോ. കാപ്പിയല്ലേ രേഖേ, എനിക്കും താ. ആ അളിയാ, നിന്നെ പറ്റി ഞാൻ അമ്മയോട് വെച്ച് കാച്ചിട്ടുണ്ട്. നിന്റെ ഈ അലവലാതി ഭാഷയിലാണോ അമ്മയോട് സംസാരിച്ചത്? ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഓ, ഒരു ജെന്റിൽമാൻ വന്നിരിക്കുന്നു. ഞാൻ ജെല്ലിന്മാനാടാ. നിന്റെ കൂടെ കൂടിയുള്ള കുഴപ്പമുള്ളൂ എനിക്ക്. ആ അളിയ, ഇന്ന് നീ വരേണ്ടതായിരുന്നു. 2 ദിവസത്തെ പരിചയമേ ഉള്ളൂ. ഇവിടുത്തെ ഏതോ ഒരു കോളേജ് പഠിക്കുക. അവളൊരു റൊമാൻസ് ലൈനില്ല. ആ പിന്നെ നീ നമ്മുടെ ഒരു കുഞ്ഞല്ലേ എന്ന് കരുതി നിന്റെ കാര്യം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നീ എന്ത് വൃത്തികേടായി കാണിച്ചത്? ആരെങ്കിലും പറഞ്ഞ എന്റെ സ്റ്റാറ്റസ് എന്താവും? എന്തോ അവന്റെ ഒരു പൊളുത്തിയ സ്റ്റാറ്റസ്. ഒറ്റ ദിവസം ഓഫീസിൽ പോയതല്ലേടാ ഉള്ളൂ. അതല്ല രഞ്ജി, ഇനി പഴയതുപോലെ ഉഴപ്പി നടക്കാൻ എനിക്കാവില്ല. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും ഈ ചെറുപ്രായം കൊണ്ട് നമ്മൾ അനുഭവിച്ചു തീർത്തില്ലേ? കുടുംബത്തിന്റെ അന്തസ്സും അച്ഛനുണ്ടാക്കിയിട്ടുള്ള സൽപ്പേരും ഞാനായിട്ട് നശിപ്പിച്ചുകൂടാ. ബാലു, ഒരു മനുഷ്യന് അവൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ പെട്ടെന്ന് മറക്കാനും മാറ്റാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ നിനക്കതിന് കഴിയുമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ ഞാനായിരിക്കും. ആ എന്റെ കാര്യം അതല്ല. ദേ, ഇതുപോലും വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. Keep it up.